ആളുകൾ ചിരിക്കുമ്പോൾ തങ്കപ്പന് തോന്നി എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഉടനെ തങ്കപ്പൻ തിരുത്തി, ഞാനാണ് പുട്ടും കടലയും തിന്നത്, TK ഹംസ തിന്നത് നേന്ത്രപ്പഴമാണ് എന്ന് പറഞ്ഞു. എന്താ കാര്യം? നമ്മുടെ സഹോദര സമുദായങ്ങളുടെ നോമ്പുണ്ട്, വ്രതമുണ്ട്, ഒരിക്കലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അരിഭക്ഷണം കഴിച്ചുകൂടാ, വേറെന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ്. തങ്കപ്പൻ ആ ഒരിക്കലിനെ പരിചയമുള്ളൂ. ഇവിടെ തങ്കപ്പൻ വിചാരിച്ചു അപ്രകാരമായിരിക്കും മുസ്ലിങ്ങളുടെ നോമ്പ്. ഞാൻ പുട്ട് തിന്നു എന്ന് പറഞ്ഞു പോയല്ലോ, പുട്ട് അരിയാണല്ലോ, അത് ഹംസക്ക് കേടായിപ്പോവും, അതുകൊണ്ട് അരിയല്ലാത്തൊരു സാധനം പറയാമെന്ന് ചോദിച്ചു. മൂപ്പരോടിനെ തിരുത്തിയിട്ട് പറഞ്ഞു, പഴാണ് തിന്നത് TK ഹംസ, അല്ലാതെ പുട്ടും കടലയല്ല എന്ന് പറഞ്ഞു. ആ TK ഹംസയാണ് ഞാൻ AP സുന്നിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേര് പറയേണ്ടി വന്നാൽ അത് പറയാൻ ഉളുപ്പില്ലാത്ത ആളാണ് TK ഹംസ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് TK ഹംസയെ പോലെ അപൂർവം ചിലർ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, വേറെ ആളങ്ങ് കിട്ടൂല. അപ്പൊ പിന്നെന്താ വഴി? ലീഗ് എന്ന കുറച്ച് ആളുകളെ സമുദായം പറഞ്ഞു കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾ ISSനെ കൂട്ടുപിടിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ PDPയെ കൂട്ടുപിടിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ INLനെ കൂട്ടുപിടിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നത്. ആ കൂട്ടുപിടുത്തം നിങ്ങളിപ്പോൾ NDFനെയും പിടിച്ചല്ലോ, NDFനെ പിടിച്ചല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, NDFകാര് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെങ്കിൽ 3 സീറ്റിലും മത്സരിക്കണ്ടേ? ആലപ്പുഴയിൽ മത്സരിക്കണം, എറണാകുളത്ത് മത്സരിക്കണം, കണ്ണൂരിൽ മത്സരിക്കണം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലല്ലേ 2 തീവ്രവാദി സംഘടനകൾക്ക് സ്ഥാനാർത്ഥിയുള്ളൂ? ആലപ്പുഴയിൽ PDPക്ക്, കണ്ണൂരിൽ NDFന്. എന്താ ഈ 2 സീറ്റിന്റെ പ്രത്യേകത? ആ 2 സീറ്റിലാണ് UDFന് മുസ്ലിം സ്ഥാനാർത്ഥികൾ വന്നത്. UDFന് മുസ്ലിം സ്ഥാനാർത്ഥികളുള്ള സീറ്റിൽ NDFനും PDPക്കും സ്ഥാനാർത്ഥി. എന്തിന്? മുസ്ലിമാണെന്ന പരിഗണന കൊണ്ട് ഷുക്കൂറിനും അബ്ദുല്ലക്കുട്ടിക്കും കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ പിടിക്കാൻ തീവ്രവാദ സംഘടന. ആർക്കാ നേട്ടം? CPMന്. CPM ഇവിടെ NDFനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ആസൂത്രണം ചെയ്യുകയാണ്. ഞാൻ നീട്ടുന്നില്ല, ഇവിടെ അൻസാരിക്ക് സംസാരിക്കാനുണ്ട്. NDFനെ വളർത്താനുള്ള ഒരു രാഷ്ട്രീയ ആസൂത്രണം ചെയ്യുകയാണ്. അതിനാ നിങ്ങളെ അവരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലീഗുകാരെ അടിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുന്നതിൽ പുതുമയൊന്നുമില്ല, അതൊരു പക്ഷേ രാഷ്ട്രീയമാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ CPMകാരൻ ആളെ കിട്ടാൻ ലീഗ് ഒരു തീവ്രവാദ സംഘടനയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് പ്രസംഗിച്ച ഒരു മതസംഘടനയുണ്ടല്ലോ. ഇവിടെ തീവ്രവാദ ക്യാമ്പയിൻ നടത്തിയിട്ട് ലീഗിന് നിങ്ങളെ കൂടെ വരാൻ കഴിയാതെ പോയത് നിങ്ങൾ നേരത്തെ ലീഗിനെ പറഞ്ഞ തെറിയുടെ കനത്തിൻ്റെ ഇത്തിരി കൂടുതൽ കൊണ്ടാണ്. നിങ്ങളുടെ സമ്മേളനത്തിൽ ലീഗിൻ്റെ പ്രതിനിധികൾക്ക് ഒരുപക്ഷെ ഇവിടെ പങ്കെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാകുക അല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ തെറിക്ക് ഇത്തിരി കടുപ്പം കൂടിപ്പോയതുകൊണ്ട്, അത് ലീഗുകാരൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ സംഘടിപ്പിച്ചൊരു പരിപാടിക്ക് ഇവിടെ ലീഗ് പ്രവർത്തകർക്ക് വരാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ നിങ്ങൾ ലീഗുകാർ തീവ്രവാദികളാണോ എന്ന് സംശയിക്കണം എന്ന് പ്രസംഗിച്ചത്രേ ചിലർ. അവരെ തച്ചല്ലോ, കടവത്തൂരിൽ തച്ചില്ലേ? ഹജ്ജിന് പോകുന്ന വേളയിൽ അവരുടെ നേതാവ്, ഹജ്ജ് സംഘത്തിൻ്റെ നേതാവ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞല്ലോ, നമ്മളെ കുട്ടികൾ ഹജ്ജിന് പോകുന്നുണ്ട്, ഒന്നും ചെയ്തേക്കരുത്. ഏരിയ സെക്രട്ടറി പറഞ്ഞു, വന്നോട്ടെ, ഞങ്ങളൊന്നും ചെയ്യൂല. ഹജ്ജുകാർ വന്നു, തടഞ്ഞു, അടി തുടങ്ങി. ഞങ്ങൾ നിങ്ങളാളാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളാണ്, ഞങ്ങൾ ഇന്ന ഉസ്താദിൻ്റെ ആളാണ്. എന്താ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചോദ്യം? അതൊക്കെ ശരിയാണ്, നിങ്ങൾ മാപ്പിളയല്ലേടാന്നാ. ഇത് ഞാൻ പറഞ്ഞല്ല, തല്ല് കൊണ്ട ആൾക്കാർ പറഞ്ഞ, നമ്മളൊക്കെ വായിച്ചത് അല്ലേ? അബ്ദുള്ള മൗലവി, അബ്ദുറഹീം മൗലവി, അബ്ദുള്ള മൗലവി പറഞ്ഞ. ഇവിടെ പാപ്പനശ്ശേരിക്കടുത്തോ എവിടെയാണ് SSFൻ്റെ ഒരു ഐക്യം? എന്താണ് ഇവിടുത്തെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അടുത്ത് അതിൻ്റെ സിറാജിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഇല്ല, എൻ്റെ കയ്യിൽ, എൻ്റെ അധീനതയിലുണ്ട്. എന്താ സംഭവിച്ചത്? അവർ തന്നെ പറയുന്നത് ഒരു യോഗം നടത്താൻ, ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ, ഒരു ഓഫീസ് സ്ഥാപിക്കാൻ ലോക്കൽ സെക്രട്ടറിയോട് അനുവാദം വാങ്ങാൻ പോയി. ലോക്കൽ സെക്രട്ടറി പറഞ്ഞു, ലൈബ്രറിയും വേണ്ട, ഓഫീസും വേണ്ട, യോഗം നടത്തിക്കോളൂ, പിന്നെ എന്തോ പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് ഷീൽഡും കൊടുത്തോളൂ, ഞങ്ങൾക്ക് പരാതിയില്ല. അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത് സമയന വാത്തഴന എന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ട് അവിടെ ഒരു പരിപാടി വെച്ചു. പരിപാടിയിൽ എന്നെപ്പോലെ തലയും തലപ്പാവും ഒക്കെ വെച്ച, തൊപ്പിയൊക്കെ വെച്ച, താടിയൊക്കെ വെച്ച ഒരു ഡിവിഷൻ പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. DYFIക്കാരൻ്റെ പ്രകടനം വരുന്നു. പ്രകടനം വന്നിട്ട് ജനറേറ്റർ ഓഫാക്കുന്നു, സ്റ്റേജിലേക്ക് വരുന്നു, ഈ തൊപ്പിക്കാരനെ പിടിച്ചടിക്കുന്നു. എന്താ അവർ ചെയ്ത തെറ്റ്? എന്താ അവർ ചെയ്ത തെറ്റ്? എന്തിനാ പയ്യന്നൂർ കോളേജിലെ SIOക്കാരനെ അടിച്ചത്? എന്തിനാ കണ്ണൂരിൽ സോളിഡാരിറ്റിക്കാരനെ മർദ്ദിച്ചത്? എന്താ അവർ ചെയ്ത തെറ്റ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എക്സ്പ്രസ് വേയുടെ പേരിൽ, കരിമണൽ ഖനനത്തിൻ്റെ പേരിൽ സെമിനാറുകൾ നടത്തി, സിമ്പോസിയങ്ങൾ നടത്തി, ജാഥകൾ നടത്തി, വാൾ പോസ്റ്റ് ഒട്ടിച്ച് അച്യുതാനന്ദന് കേരളം ഭരിക്കാൻ അവസരം ഉണ്ടാക്കി തന്നതാണോ സോളിഡാരിറ്റിക്കാരൻ ചെയ്ത തെറ്റ്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വൈലത്തൂരിലെ ഈ വിഭാഗത്തിൻ്റെ ഒരു തങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ET മുഹമ്മദ് ബഷീർ ദ്വാരക്കാൻ പറയാൻ വന്നതാ. വൈലത്തൂരിലൊരു തങ്ങളെടുത്ത് ഈ പറയുന്ന
നിങ്ങൾ മർദ്ദിച്ച വിഭാഗത്തിൻ്റെ, ഞങ്ങളും അവരൊക്കെ ഇപ്പോൾ ഒന്നിച്ച് ചേരാൻ പോവാണ്. സംവരണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കെതിരായി ഇവിടുത്തെ സമസ്ത ഇകെയും എപിയും മുജാഹിദ് അബ്ദുൽ ഖാദർ മൗലവിയും മടവൂരും ഇവിടെയുള്ള സകലമാന മുസ്ലിം സംഘടനകളും അതിൻ്റെ കൂടെ സകലമാന പിന്നോക്ക സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കേരളത്തിലെ കള്ളക്കളിയും, ബംഗാളിൽ 10% മുസ്ലിം സംവരണമെന്ന് പറഞ്ഞിട്ട് ബംഗാളിലെ കേവലം 0.25% പോലും വരുന്ന മുസ്ലിങ്ങൾ പോലും ഉൾപ്പെടാത്ത വിധത്തിൽ മുസ്ലിം സമുദായത്തെ ജാതീയമായി തിരിച്ചിട്ട് സംവരണം ഏർപ്പാടാക്കി മുസ്ലിങ്ങളെ പറ്റിക്കാനുള്ള നിങ്ങളുടെ നടപടിക്കെതിരെ ഈ രാജ്യത്തെ സകലമാന മുസ്ലിം സംഘടനകളും പിന്നോക്ക സംഘടനകളും ഐക്യപ്പെട്ട് ഒറ്റ നിരയായി പോവുകയാണ്. ലീഗിന്റെ പിന്നിൽ അണിനിരക്കാൻ മുസ്ലിം സംഘടനകൾ ഓരോന്നോരോന്നായി ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ കൈ കഴുകാതെ കൈ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് അവരെയൊക്കെ മുസ്ലിം ലീഗിലേക്ക്, മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിലേക്ക്, മുസ്ലിം ലീഗിന്റെ ഐക്യനിരയിലേക്ക് ആ സമാജങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിങ്ങൾക്കെതിരായി അതിശക്തമായൊരു മുന്നേറ്റത്തിന്റെ പടയൊരുക്കും എന്ന് സാന്ദർഭികമായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. തങ്ങൾ ഗ്ലാസ് പൊട്ടിപ്പോയി. തങ്ങൾ പറഞ്ഞില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ ആളുകൾ പറഞ്ഞു നടന്നു, വൈലത്തൂറിലെ തങ്ങളെടുത്ത് ബഷീർ പോയപ്പോൾ ഗ്ലാസ് പൊട്ടി. ഉടൻ തന്നെ വൈലത്തൂർ തങ്ങൾ പറഞ്ഞു, ബഷീർ ഇങ്ങനെ പൊട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളെ കറാമത്തുണ്ട്, ബഷീർ പൊട്ടും എന്ന് നാടാകെ ഇടതുപക്ഷക്കാരൻ അവരെ സഹായിക്കുന്നവരും പ്രചരിപ്പിച്ച് നടന്നാണ്. തങ്ങളങ്ങനെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി തങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തങ്ങൾക്ക് ഒരു തെറ്റുപറ്റിപ്പോയി സംഗതി മനസ്സിലാക്കുന്നത്. ഗ്ലാസ് പൊട്ടിയത് ഒരു അലാമത്താണ്. പക്ഷെ ഗ്ലാസ് തങ്ങളത് പൊട്ടിയത് കൊണ്ട്, തങ്ങളുടെ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി ഹുസൈൻ രണ്ടത്താണി ആയതുകൊണ്ട് ഹുസൈൻ രണ്ടത്താണി പൊട്ടും എന്നതായിരുന്നു അലാമത്ത്. ആ അലാമത്ത് തിരിച്ചറിയാൻ ആ സമയത്ത് തങ്ങൾക്ക് കഴിയാതെ പോയി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അല്ലാതെ അവിടെ ഒരു അലാമത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. തങ്ങന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സിദ്ധിയില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്കെതിരെ. അങ്ങനെ നിങ്ങളെ സഹായിച്ച ഇക്കൂട്ടരെ നിങ്ങൾ എന്തിനാ തച്ചത്? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താ കണ്ണൂരിൽ പള്ളി കെട്ടുന്നിടത്ത് എന്താ കമ്മ്യൂണിസ്റ്റുകാരൻ തടസ്സം? എന്താ തലശ്ശേരിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രസ്റ്റ് 10-30 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ട് അവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിട്ട് തലശ്ശേരി നഗരസഭയിൽ എത്ര കൊല്ലായി അൻസാരി? 12 കൊല്ലോ കോളനി നിർമ്മിക്കാൻ 12-14 കൊല്ലായി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പെർമിഷൻ ചോദിച്ചിട്ട് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നില്ല. ആരാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ ജില്ലയിൽ ഒരു പഞ്ചായത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ പാർട്ടിയില്ല. ഒരു വാർഡിൽ BJP, ബാക്കി മുഴുവൻ കമ്മ്യൂണിസ്റ്റാണ്. പെരുങ്ങോത്തിനൊക്കെ അറിയാം. ആ പഞ്ചായത്തിൽ 10ഓളം മഹലുണ്ട്. ഞാൻ അവിടുത്തെ സംയുക്ത ജമാഅത്തിൻ്റെ സെക്രട്ടറിയാണ്. ഈ മഹലുകളൊക്കെ എൻ്റെ കീഴിലാണ്. അടുത്ത ഒരു ദിവസം എന്നെ വിളിച്ചിട്ടവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ രാജിവെച്ചിട്ട് വരാൻ പോവാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളിപ്പോൾ വരുന്നത് ശരിയല്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇവർ പറഞ്ഞു, ഞങ്ങളെ പള്ളിക്ക് അനുവാദം തരുന്നില്ല, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ മൈക്ക് തരുന്നില്ല, ഞങ്ങൾക്കൊരു സൗകര്യവും തരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഒരു വർഗീയതയുടെ ആളുകളായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കാർ മാറുകയാണ്. ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ട് നിൽക്കണമെന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതുവഴി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിലെ യുവാക്കളോട് നിങ്ങൾ പ്രതികരിക്കാൻ ഒരു വിങ്ങുണ്ടാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം ലീഗുകാരൻ അക്രമത്തിന് ഇരയായിട്ടൊന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനെ തിരിച്ചടിച്ചു പോയാൽ ഉടൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രഖ്യാപനം വരും, NDF-കാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ തച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാരനെ തിരിച്ചു തള്ളണമെങ്കിൽ NDF-കാരനെ സാധിക്കൂ എന്ന് പറഞ്ഞാൽ യൂത്ത് ലീഗിലെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനെ തള്ളണമെന്നുണ്ടെങ്കിൽ NDF ആയിക്കോ. ആരാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ. ഈ രൂപത്തിൽ ഫാസിസ്റ്റുകളും തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പരസ്പര ബന്ധത്തിൻ്റെയും വളർച്ചയുടെയും ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ഒന്നറിയണം. ബിൻ ലാദൻ്റെ മോൻ പറയുന്നത് ബാപ്പാക്ക് ആഗ്രഹം ബുഷ് അധികാരത്തിൽ വരാനായിരുന്നു എന്നാണ്. ബിൻ ലാദൻ്റെ മോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാനും ഒരാഴ്ച മുമ്പ് പത്രത്തിൽ വന്നു. ബാപ്പാക്ക് ആഗ്രഹം ബുഷ് അധികാരത്തിൽ വരണം എന്നായിരുന്നു. എന്തേ ബാപ്പ അങ്ങനെ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞത്, ബുഷാണെങ്കിലേ മുസ്ലിങ്ങളെ കണ്ണും മൂക്കും നോക്കാതെ ആക്രമിക്കൂ, അപ്പോൾ മാത്രമേ എൻ്റെ ബാപ്പാക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നാണ്. അപ്പോൾ ബുഷിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങായി ആരാ? ബിൻ ലാദനാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ NDF-കാരൻ്റെ ഹൃദയം ഇപ്പോൾ തുടിക്കുന്നത് തൊഗാഡിയക്ക് വേണ്ടിയാണ്. PDP-കാരൻ്റെ ഹൃദയം തുടിക്കുന്നത് തൊഗാഡിയക്ക് വേണ്ടിയാണ്. കാർക്കരയെ കൊല്ലാൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട തീവ്രവാദികളെ വിലക്കെടുത്തത് ഫാസിസ്റ്റുകളാണ്. കാർക്കര ആരാണ്? ഹിന്ദുത്വ തീവ്രവാദികളുടെ ഇന്ത്യയിൽ നടന്ന തീവ്രവാദ അക്രമത്തിലെ ഹിന്ദുത്വ തീവ്രവാദികളുടെ പങ്കാളിത്തത്തെ അന്വേഷിച്ച് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കാർക്കരെ. ആ കാർക്കരയെ താജ് ഹോട്ടൽ, ഒബേറയി ഹോട്ടൽ അക്രമത്തിന്റെ ഘട്ടത്തിൽ 1 മണിക്കൂർ കൊണ്ട് കൊന്നൊടുക്കി. യഥാർത്ഥത്തിൽ താക്കറയെ കൊല്ലാൻ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഫാസിസ്റ്റുകൾ ന്യൂനപക്ഷ തീവ്രവാദികളെ വിലക്കെടുത്തുകൊണ്ട് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ബോംബെ ഓപ്പറേഷൻ. ആ രൂപത്തിൽ
ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളും ഈ രാജ്യത്തെ തീവ്രവാദികളും, ഈ തീവ്രവാദികളെ വളർത്തിക്കൊണ്ട് ലീഗിനെ തകർക്കാൻ തീവ്രവാദികളെ വളർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് ഒരുക്കുന്ന ഈ നാടിൻ്റെ സാമൂഹിക ഘടനയെ, ഈ നാടിൻ്റെ ഐക്യത്തെ, ഈ നാടിൻ്റെ മൈത്രിയെ, ഈ നാടിൻ്റെ സ്നേഹത്തെ, ഈ നാടിൻ്റെ സമാധാനത്തെ തകർക്കാൻ ആസൂത്രണം ചെയ്യുന്ന സകല പദ്ധതികൾക്കുമെതിരെ ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും, മനുഷ്യത്വമുള്ളവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. അത്തരം ഒരു കാലത്തിന് ആഹ്വാനം ചെയ്തൊരു മഹാനേതാവിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരച്ചു കാണിച്ച ജീവിതപാത, ആ ജീവിതപാത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹൃദയമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാവാണ്. അത് സ്വീകരിക്കാനുള്ള പ്രതിജ്ഞയാണ് ഓരോ മുസ്ലിം ലീഗുകാരനും ഇവിടെ പുതുക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.